ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 74 പോയിന്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. താരിഫ് ഇഷ്യൂ നിലനിൽക്കുന്നു. FIIയുടെ സെല്ലിങ്ങും കണ്ടിന്യൂസ് സെല്ലിങ്ങും മാർക്കറ്റിന് താഴോട്ട് കൊണ്ടുപോകാനുള്ള കാരണമായി. ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, ഇന്ത്യയുടെ GDP ഫസ്റ്റ് ക്വാർട്ടറിൽ 7.80% വലിയൊരു വ്യത്യാസമാണ് കണ്ടത്. 6.6 ആണ് പ്രതീക്ഷിക്കുന്നത്, അവിടുന്ന് 7.80 ആണ് ഇന്ത്യയുടെ GDP റേറ്റ് ഏപ്രിൽ ടു ജൂൺ ഫസ്റ്റ് ക്വാർട്ടറിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഇന്ന് 24,426 ക്ലോസ് ചെയ്തപ്പോൾ 74 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 164 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 53,655 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന 328 പോയിന്റ്സ് കുറഞ്ഞ് 55,727 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,227 ക്ലോസ് ചെയ്തപ്പോൾ 67 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 11.75 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ബിലോ 80,000 എന്ന് ക്ലോസ് ചെയ്തത് 79,809 ക്ലോസ് ചെയ്തു. 270 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 11,487 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. മാർക്കറ്റിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ FII ഇപ്പോഴും സെല്ലിംഗ് തുടരുകയാണ്. ഇന്ന് കനത്ത സെല്ലിംഗ് ആയിരുന്നു FIIയുടെ ഭാഗത്തൊന്നും ഉണ്ടായത്. 8,312 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. DIF ആക്ടിവിറ്റി ഈ ആഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ 4 വർക്കിംഗ് ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും DII ബൈയിങ്ങിലായിരുന്നു, FII എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. ആകെ 28,645 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. എന്നാൽ FII 21,151 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,967 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,712 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,500 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ ഇന്ന് 24,426 ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ മൂവ്മെന്റിൽ ആകെ 443 പോയിന്റിന്റെ ഇടിവാണ് ഈ ആഴ്ച ആകെ കാണാൻ സാധിച്ചത്. 1.78% ഫോളാണ് കണ്ടത്. ഈ ആഴ്ചത്തെ മറ്റുള്ള സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് എന്ന് ഈ ആഴ്ച 1,493 പോയിന്റ്സിന്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1,902 പോയിന്റിന്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 692 പോയിന്റിന്റെ ഇടിവാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. സെക്ടർ വൈസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ 24,960 ക്ലോസ് ചെയ്തു. 222 പോയിന്റ്സിന്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 44 പോയിന്റ്സ് കുറഞ്ഞ് 33,638 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,567 ക്ലോസ് ചെയ്തപ്പോൾ 72 പോയിന്റ്സിന്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 528 പോയിന്റ്സിന്റെ റാലിയാണെന്ന് കണ്ടത്. 56,141 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,350 ക്ലോസ് ചെയ്തപ്പോൾ 25 പോയിന്റ്സിന്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 31 പോയിന്റ്സ് കുറഞ്ഞ് 8,873 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,181 ക്ലോസ് ചെയ്തപ്പോൾ 307 പോയിന്റ്സിന്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 5 പോയിന്റ്സ് ഉയർന്ന് 1612 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 55 പോയിന്റ്സ് കുറഞ്ഞ് 9154 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,789 ക്ലോസ് ചെയ്തപ്പോൾ 110 പോയിന്റ്സിന്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 4 പോയിന്റ്സ് കുറഞ്ഞ് 21,804 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 22 പോയിന്റ്സ് കുറഞ്ഞ് 6,756 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 11 പോയിന്റ്സിന് കുറവുണ്ടായി 870 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് 1,167 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,582 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗൈനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ITC 2.15% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 1.79% റാലി നടത്തി. ബെൽ 1.53%, L&T 1.26%, ഏഷ്യൻ പെയിന്റ് 1.25%, ട്രെൻ 1.08%, അൾട്രാസിംകോ 0.91%, കോട്ടക് ബാങ്ക് 0.75%, സൺഫാർമ 0.63% ആൻഡ് ടാറ്റ സ്റ്റീൽ 0.57% റാലിയാണ് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ M&M 2.89% ഫോളോ നടത്തി. റിലയൻസ് 2.16% ഫോളോ നടത്തി. ഇൻഫ്പി 2.07%, അപ്പോളോ ഹോസ്പിറ്റൽ 1.51%, അദാനി എന്റർപ്രൈസ് 1.20%, ടാറ്റ മോട്ടോഴ്സ് 0.88%, JSW Steel 0.85%, NTPC 0.85%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.76% ആൻഡ് നെസ്ലെ ഇന്ത്യ 0.71% ഫോളാണ് കണ്ടത്.
നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2024 ഓഗസ്റ്റിൽ 25,235 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,426 നിൽക്കുമ്പോൾ 3.21% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,426 നിൽക്കുമ്പോൾ 2.88% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.